മിണ്ടുക മഹാമുനെ എന്ന് മലയാളത്തിൻ്റെ മഹാകവി നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോനോടാണ് സംസാരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അതിനുശേഷവും അച്യുതമേനോൻ അതേക്കുറിച്ച് രാജൻ കേസിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഈശ്വരവാര്യരുടെ മകൻ രാജൻ കോഴിക്കോട്ട് RECയിൽ വെച്ചിട്ട് ഒരു രാത്രി പോലീസ് പിടിച്ചു കൊണ്ടുപോയി. പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല. എവിടെ പോയി മകൻ എന്ന് അന്വേഷിച്ചുകൊണ്ട് പഴയ സതീർത്ഥ്യനായിട്ടുള്ള ഈശ്വരവാര്യർ അച്യുതമേനോനെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോനെ പോയി കണ്ടു. അപ്പോൾ അച്യുതമേനോൻ കുപിതനായിട്ട് ഞാൻ രണ്ടാം മുണ്ടും എടുത്ത് ഇനിയിപ്പോൾ താങ്കളുടെ മകനെ അന്വേഷിച്ചിറങ്ങണോ എന്ന് ചോദിച്ചതായിട്ട് ഒരു കഥയുണ്ട്. സത്യമാവാനാണ് സാധ്യത. എന്തായാലും ശരി, ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വളരെ അഗാധമായിട്ടുള്ള വേദനയുടെ അടിസ്ഥാനത്തിലാണ് ആ കവിത ഉദിച്ചു വന്നത്. പക്ഷേ സത്യത്തിൽ അച്യുതമേനോനോട് മാത്രമല്ല ഈ കവിത സംസാരിക്കുന്നത്. കാരണം സമീപകാലത്ത് അയോധ്യയിൽ ധാരാളം കർഷകർ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം തലതല്ലി ചത്തിട്ടുണ്ട്. എത്രയോ ആളുടെ വീടുകൾ നശിപ്പിച്ചിട്ടുണ്ട്. രാജ്യമാകെ കുട്ടിച്ചോറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ അമ്പലം, ആ അമ്പലത്തിൽ ഇപ്പോൾ കൊള്ള നടക്കുന്നു. കൊള്ള നടത്തുന്നത് RSSകാർ തന്നെ. അപ്പോൾ നാട്ടിലെ ജനങ്ങൾ പറയുന്നത്, RSSനോട് പറയുന്നത് മിണ്ടുക മഹാമുനെ എന്ന് തന്നെയായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഏതാണ്ട് 10-30 കൊല്ലക്കാലം ഇന്ത്യയുടെ ഹൃദയത്തിൻ്റെ മുറിവായിട്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് എന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ ബാബറും അതുപോലെ അദ്ദേഹത്തിൻ്റെ പടയാളികളും ചേർന്ന് രാമക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കി അവിടെ ഒരു മുസ്ലിം പള്ളി പണിതു. ആ പള്ളി തകർക്കുക എന്നുള്ളത് തങ്ങളുടെ ജീവിത ലക്ഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവിടെ അമ്പലവും പണിതു. അമ്പലം പണിതതിന് ശേഷം അവിടെ വലിയ പൂജയും നടത്തി. ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ്? അമ്പലവുമില്ല, അമ്പലത്തിൻ്റെ പൂജയില്ല. അവിടെ നടക്കുന്നത് പണക്കൊള്ളയാണ്, സ്വർണ്ണക്കൊള്ളയാണ്. ആ ഒരു അന്തരീക്ഷത്തിൽ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ആൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പോയിട്ടുണ്ട്, അവിടെ പണം കൊടുത്തിട്ടുണ്ട്. ആ ആളുകളുടെ പണം പരസ്യമായിട്ട് അടിച്ച് പോക്കറ്റിൽ തിരികെ ആളുകൾ പുറത്തേക്ക് പോകുന്നത് വളരെ കൃത്യമായിട്ട് വീഡിയോയിൽ പിടിച്ചിട്ട് പിന്നെ ഇപ്പോൾ പോലീസിൻ്റെ കൈവശത്തിലുണ്ട്. പോലീസുകാർ അത് നാട്ടിലെങ്ങും എല്ലാ ചാനലുകളിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ചാനലുകളിൽ ഈ പണം കീശയിലാക്കിയിട്ട് ബാത്റൂമിൽ കൊണ്ടുവയ്ക്കുന്നു. ബാത്റൂമിൽ നിന്ന് പിന്നെ സംഘടിതമായിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതിന് വീൽ ചെയറിൽ പോണ ആളുകളുടെ അടിയിൽ ഈ പണം തിരികെ വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ തമാശകൾ അവിടെ നടന്നത്. കോടിക്കണക്കിന് ഉറുപ്പിക അവിടെ നിന്ന് അടിച്ചു മാറ്റിയത് ഇപ്പോൾ നാട്ടിലെങ്ങും പാട്ടായി. പക്ഷേ RSS കമ എന്നൊരക്ഷരം ഉണ്ടെന്നുണ്ടായിരുന്നില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ചമ്പത് റായ് അടക്കമുള്ള ആളുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള പദവിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് ഈ കൊള്ളയുടെ പ്രധാനപ്പെട്ട ഒരു അധ്യക്ഷവാദി പദവി വഹിച്ചത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരും നിയമിച്ചിട്ടുള്ള ആളുകളാണ് ഈ പണം മുഴുവൻ പെട്ടിയിലാക്കി കൊണ്ടുപോയത്. എത്രത്തോളം കൊണ്ടുപോയി? അവിടെ കൊണ്ടുപോയ ആളുകൾ ആ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ പണിതുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം യോഗി ആദിത്യനാഥ് ഈ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കാനുള്ള ശ്രമം. എന്തുകൊണ്ട്? അത് നാണക്കേടാവും എന്നുള്ളതുകൊണ്ട്. കാരണം അമ്പലത്തിൽ നിന്ന് കാശ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കെട്ടിടങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ തങ്ങൾക്ക് നാണക്കേടാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ആ കെട്ടിടങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് ബുൾഡോസർ വിടുകയാണ് ഈ കക്ഷി. അപ്പം അതേ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന ചോദ്യത്തിന് ഇന്ന് വരെ RSSന് മറുപടി പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ദത്താത്രേയ ഹൊസബോളെ ഒരു പത്രസമ്മേളനമല്ല, അതൊരു വീഡിയോ മെസ്സേജിലൂടെ RSS നിലപാട് കിട്ടും. വളരെ വേദനാജനകമായ സംഭവമാണ്. ഹിന്ദുക്കളുടെ ഹൃദയവികാരത്തിന് വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. ശക്തമായ നടപടിയെടുക്കണം. എന്ത് നടപടിയെടുക്കേണ്ടത്? എന്ത് നടപടിയാണ് അവരെടുത്തിട്ടുള്ളത്? അതാണല്ലോ ചോദ്യം. ഈ തരത്തിൽ ഈ വലിയ ഈ സമരത്തിൻ്റെ ഈ അമ്പലത്തിൻ്റെ പേരിലുള്ള പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും RSS ആണ് നേതൃത്വം നൽകിയത്. വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും അവരുടെ കീഴിലായിരുന്നു പ്രവർത്തിച്ചിട്ടുള്ളത്. ആ കാലം മുതൽ ഇന്ന് വരെ അതിൻ്റെ എല്ലാ അക്രമങ്ങൾക്കും RSSൻ്റെ പിന്തുണയുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് RSS അവിടെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അമ്പലക്കൊള്ളയുടെ കാര്യത്തിൽ ഇന്നലെ വരെ ഒന്നും മിണ്ടാതിരുന്നത്? ഇപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം അതിശക്തമായ നടപടി എടുക്കണമെന്ന് പറയുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ചമ്പത് റായ് അടക്കമുള്ള ആളെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാവാതിരുന്നത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളും RSSനോട് പറയുന്നത് മിണ്ടുക മഹാമുനെ എന്ന് തന്നെയാണ്. എന്താണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്?
അപ്പോൾ ഈ തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് അയോധ്യയിലെ അമ്പലക്കൊള്ള മാറിയിരിക്കുകയാണ്. മാത്രമല്ല അയോധ്യയിൽ മാത്രമല്ല ബദ്രീനാഥിലും കൊള്ള നടന്നിട്ടുണ്ട് എന്ന് പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഇനി കാശി മധുര ബാക്കി ഹേ എന്ന് പറയുന്ന കൂട്ടരെ കാശിയിലും മധുരയിലും അമ്പലത്തിൽ എന്ത് പരിപാടിയാണ് ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഒരുപക്ഷെ അവിടെ കാശി വിശ്വനാഥൻ ഏത് വഴിക്ക് ഓടേണ്ടി വരും എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അമ്പലക്കൊള്ള എന്ന് പറയുന്ന പരിപാടിയിൽ സത്യത്തിൽ നമ്മുടെ ഒക്കെ ചങ്ങാതിമാരായി കേരളത്തിലെയും ഡൽഹിയിലെയും പാർട്ടികൾ, കേരളം ഭരിച്ച CPM-ഉം ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരും ഒരേ മാതിരിയാണ്. ശബരിമലയിൽ കൊള്ള നടത്തിയ ആളുകൾ ജയിലിൽ കിടന്നു. ഏറ്റവും വെച്ചിരിക്കുന്നത് ശബരിമലയിൽ കൊള്ളക്കാരെ പിടിച്ച് ജയിലിലിട്ട മാതിരി ചമ്പത്രയി അടക്കമുള്ള ആളുകളെ അടിയന്തരമായിട്ട് ജയിലിലാക്കുക എന്ന ചുമതലയെങ്കിലും യോഗി ആദിത്യനാഥ് നിർവഹിച്ചാൽ വളരെ നല്ലതാണ്. ഏതായാലും മോദിയും യോഗി ആദിത്യനാഥും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ വളരെ രസകരമായൊരു മട്ടിലേക്ക് നീങ്ങുകയാണ്. മോദിയും ആദിത്യനാഥും തമ്മിൽ എല്ലാ കാലത്തും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ UP-യിൽ പൊട്ടിച്ചത് ഈ മോദിക്കെതിരായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു എന്ന് അവർ തന്നെ അടക്കം പറയുന്നുണ്ട്. ഇപ്പോൾ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ മോശമായി വരികയാണ്. അതുകൊണ്ടുകൂടിയാണെന്ന് പറയുന്നു 5 കൊല്ലത്തെ അന്വേഷണം, 5 കൊല്ലം ഈ അമ്പലവുമായി നടത്ത കാര്യങ്ങൾ, അതിന് നിർമ്മാണ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും എന്ന് ഇപ്പോൾ യോഗി പറഞ്ഞിട്ടുണ്ട്. 5 കൊല്ലം എന്ന് പറയുന്നത് മോഡിയുടെ ഭരണത്തിൻ്റെ കാലമാണ്. മോഡിയുടെ സെക്രട്ടറി ആയിരുന്ന ദിവേന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിൽ അമ്പലം പണിത കാലമാണ്. അതുകൊണ്ട് ഈ കേസ് അവസാനം അയോധ്യ അമ്പലക്കൊള്ളയിൽ നിന്ന് BJP-യുടെ കൊള്ളയിലേക്ക്, BJP-യിലെ തമ്മിലടിയിലേക്ക് ഉള്ള ഒരു സംഗതി ഒരു യാത്രയായിട്ട് മാറും എന്ന് കൃഷ്ണനെ കുറിച്ച് പറയുന്നുണ്ട്. യാദവ് കുലം വലിയ കുലമായിരുന്നു. യാദവ് കുലം അവസാനം തമ്മിലടിച്ച് തകരുന്നതിനെക്കുറിച്ച് ഒരു വർണ്ണനയുണ്ട്. അതിൻ്റെ അവസാനത്തിലാണ് ശ്രീകൃഷ്ണൻ മരിച്ചു പോകുന്നത്. ആ തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക്, യഥാർത്ഥത്തിൽ യാദവ് കുലത്തിൻ്റെ അവസ്ഥയിലേക്ക് ഈ സംഘപരിവാര കുലവും എത്തിപ്പെടുകയോ എന്ന വളരെ രസകരമായ ഒരു ചോദ്യം കൂടി ഈ അയോധ്യ അമ്പലക്കൊള്ളയും അതിൻ്റെ പ്രശ്നങ്ങളും ഉയർത്തുന്നുണ്ട്.